ഓരോ ദിവസം കഴിയുമ്പോഴും KGF2 തിയേറ്ററുകളിൽ തീർക്കുന്ന ഓളം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ എല്ലാ മേഖലകളും ഒന്നിനൊന്ന് മികച്ചതെന്ന ഫീഡ്ബാക്കുകളും പുറത്തുവരുന്നു, ചർച്ചയാവുന്നു. ഈ ട്രെൻഡിനെ പിന്തുടർന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് നീൽ, നായകൻ യശ് എന്നിവരുടെ പേരുകൾക്കൊപ്പം അത്രയും തന്നെ ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത മറ്റൊരു പേര് കൂടിയുണ്ട്, ഉജ്വൽ കുൽക്കർണി. എന്തുകൊണ്ടാണ് ആ പേര് ഇത്രയധികം ചർച്ചകളിൽ സ്ഥാനം നേടിയത്? സംഗതി സിമ്പിളാണ്. ഉജ്വൽ കുൽക്കർണിയാണ് KGF ചാപ്റ്റർ 2വിന്റെ എഡിറ്റർ. പക്ഷേ ഏവരെയും അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഉജ്വൽ കുൽക്കർണിക്ക് വെറും 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നതാണ്. KGF2 സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടൻ യശ് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഉജ്വൽ കുൽക്കർണി എന്ന പേര് ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യ ചാപ്റ്ററുടെ മാസ സിനിമകൾക്കിടയിൽ തന്നെ വലിയൊരു ബ്രാൻഡായി മാറിയ KGFന്റെ രണ്ടാം ഭാഗം എഡിറ്റ് ചെയ്തത് ഒരു 19 വയസ്സുകാരനാണ് എന്നത് അന്നു മുതലേ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയിരുന്ന കാര്യമായിരുന്നു. ഫിലിം എഡിറ്റിംഗിൽ യാതൊരു മുൻപരിചയവുമില്ലാത്ത പ്രായത്തിൽ വളരെ ചെറുപ്പമായ ഒരാളെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൽ എഡിറ്ററാക്കാൻ പ്രശാന്ത് നീൽ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നതായി ഉയർന്നു വന്ന അടുത്ത ചോദ്യം. അങ്ങനെയിരിക്കെയാണ് ഉജ്വൽ എങ്ങനെ KGF ടീമിന്റെ ഭാഗമായി എന്ന കഥ ഏവരെയും വീണ്ടും ആശ്ചര്യപ്പെടുത്തിയത്. KGF ഒന്നാം ഭാഗം റിലീസായ ശേഷം അതിന്റെ ഒരു ഫാൻ മെയ്ഡ് വീഡിയോ ഉജ്വൽ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് വലിയ രീതിയിൽ വൈറലായി. ആ വീഡിയോ സിനിമയുടെ സംവിധായകൻ പ്രശാന്ത് നീലിന്റെ ഭാര്യ കാണുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു. ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഉജ്വലിനെ സ്വന്തം ടീമിലേക്ക് പ്രശാന്ത് ക്ഷണിക്കുന്നത്. 3 വർഷം പ്രശാന്ത് ഉജ്വലിന് എഡിറ്റിംഗിൽ പരിശീലനം നൽകി. 17-ാം വയസ്സിൽ സിനിമയുടെ ടീമിനൊപ്പം ഉജ്വൽ ജോയിൻ ചെയ്തു. KGF2 ഷൂട്ട് തീർത്ത ശേഷം ആ റോ ഫൂട്ടേജിൽ നിന്നും ഉജ്വൽ ഒരു ട്രെയിലർ കട്ട് ചെയ്തിരുന്നു. അത് കണ്ട ശേഷമാണ് ഉജ്വൽ തന്നെ മുഴുവൻ സിനിമയും എഡിറ്റ് ചെയ്യട്ടെ എന്ന ഉറച്ച തീരുമാനം പ്രശാന്ത് സ്വീകരിക്കുന്നത്. ഉജ്വലിനെ കുറിച്ചൊരു അഭിമുഖത്തിൽ യശ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞങ്ങളുടെ മുഖ്യ എഡിറ്റർമാരിൽ ഒരാൾ ഉജ്വലാണ്. അവനിലെ കഴിവ് തിരിച്ചറിഞ്ഞ ശേഷമാണ് പ്രശാന്ത് നീൽ അവന് 3 വർഷത്തെ ട്രെയിനിങ് കൊടുത്തത്. ഇതോടെ മികച്ച ഒരു എഡിറ്ററായി ഉജ്വൽ മാറിയിട്ടുണ്ട്. ഈ വാക്കുകളിൽ യശ് അടയാളപ്പെടുത്തിയ വിശ്വാസത്തിന്റെ ബാക്കി പത്രമായിരുന്നു പ്രേക്ഷകർ ആവേശത്തോടെ സ്ക്രീനിൽ നിറഞ്ഞു കണ്ട റോക്കി ബായിയുടെ ഓരോ കട്ട്സും. സിനിമ വലിയ വിജയമായതോടെ അതിന് പിറകിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെക്കുറിച്ചും ചർച്ചകൾ ഉയർന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിരുന്നവരെ സിനിമാ ആസ്വാദകർ ആരെന്നറിയാൻ തേടി പിടിക്കാൻ തുടങ്ങി. ചിത്രത്തിന്റെ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും ക്യാമറ ചലിപ്പിച്ചിരുന്നത് ഭുവൻ ഗൗഡ തന്നെയാണ്. രണ്ടാം ഭാഗത്തിലും സംഗീതം നൽകിയിരിക്കുന്നത് രവി ബസ്രൂർ തന്നെ. പക്ഷേ എഡിറ്റിംഗിൽ ആദ്യ ഭാഗം ചെയ്ത ശ്രീകാന്ത് ഗൗഡയ്ക്ക് പകരം ഉജ്വൽ കുൽക്കർണി എന്ന പേര് സ്ക്രീനിലെത്തി. സിനിമയിലെ ടെക്നിക്കൽ ടീം എത്തരത്തിൽ തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന ചോദ്യത്തിന് പ്രശാന്ത് നീൽ പറഞ്ഞ ഉത്തരം ഇങ്ങനെയായിരുന്നു: തന്റെ ടെക്നീഷ്യൻസ് ലോകോത്തര നിലവാരമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കടമെടുത്തിട്ടുണ്ട്. ലൈറ്റിംഗിലാണെങ്കിലും സെറ്റ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതായിരുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള വാല്യുബിൾ കോൺട്രിബ്യൂഷൻസ് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യുന്നത് എന്റെ എഡിറ്റർ ഉജ്വലും. 19 വയസ്സുള്ള ഒരു എഡിറ്റർ, അതും രാജ്യത്തെ വലിയൊരു വിഭാഗം സിനിമാസ്വാദകരും കാത്തിരിക്കുന്ന ഒരു ചിത്രത്തിന്റെ വലിയ റിസ്ക് തന്നെയാണ് പ്രശാന്ത് നീൽ ഉജ്വൽ കുൽക്കർണിയെ മുൻനിർത്തിയെടുത്തത്. ആ റിസ്കിന് 100% നീതി പുലർത്തി എഡിറ്റിംഗ് ടേബിളിൽ ഉജ്വൽ KGF എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന് ജീവൻ കൊടുത്തപ്പോൾ തിയേറ്ററുകൾ ആവേശപൂരമായി മാറി. പ്രീ പ്രൊഡക്ഷനും പ്രൊഡക്ഷനും കഴിഞ്ഞ ഒരു സിനിമ അതിന്റെ പൂർണ്ണരൂപം കൈവരിക്കുക എഡിറ്റിംഗ് ടേബിളിലാണ്. അസ്ഥാനത്തുള്ള ഒരു കട്ടുമതി ആ സീന്റെ ലൈഫിനെ തന്നെ ബാധിക്കാൻ. അങ്ങനെ ഇരിക്കുകയാണ് ഷോർട്ട് ഫിലിംസും ഫാൻ വീഡിയോസും മാത്രം ചെയ്ത് പരിചയമുള്ള ഒരു പയ്യൻ KGF പോലൊരു ചിത്രത്തിന്റെ എഡിറ്റർ ആകുന്നത്. മുൻവിധികളും അഭ്യൂഹങ്ങളും മാറ്റിവെക്കുക. ഉജ്വലിന്റെ, അതായത് ആ 19-കാരന്റെ കൃത്യതയാർന്ന കട്ടുകളാണ് റോക്കി ബായ്ക്ക് സ്ക്രീനിൽ കൂടുതൽ ജീവൻ നൽകിയത്. KGF എന്ന സിനിമയ്ക്ക് പൂർണ്ണരൂപം നൽകിയത്. സിനിമ സ്വപ്നം കണ്ട് നടക്കുന്ന യുവതലമുറയിലെ വലിയൊരു പറ്റം കലാകാരന്മാർക്ക് ഉജ്വൽ കുൽക്കർണി ഒരു റോൾ മോഡലാണ്. വൺസ് അഗൈൻ, കീപ് ഇറ്റ് ഇൻ മൈൻഡ്, ഏജ് is just a number.